ഗോതമ്പ് പൊടി കൊണ്ട് ക്രിസ്പിയായ സ്നാക്സ് ഉണ്ടാക്കാം. കുറേ ലെയേഴ്സുള്ള കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഈ സ്നാക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണല്ലോ. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. ഇത് 200 ml ഒരു ഗ്ലാസ്സാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി അയമോദകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അയമോദകവും ജീരകവും ഇടുമ്പോൾ ഇതിന് നല്ലൊരു മണമായിരിക്കും. നമുക്ക് വേണ്ടിക്ക് ഇതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഇടുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ഉരുക്കിയ ബട്ടറോ വേണ്ടിക്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഏതായാലും സാധാരണ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചത് കൊണ്ട് ചെറിയ ചെറിയ കട്ടകൾ പോലെ തോന്നും. കൈകൊണ്ട് അത് ഉടച്ചെടുത്താൽ മതി. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കൂലേ, എന്നാൽ അത്ര ലൂസ് വേണ്ട, കുറച്ചും കൂടി വെള്ളം കുറച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കും. ഇങ്ങനെയാകുമ്പോൾ ഇത് തീരെ എണ്ണ കുടിക്കില്ല. ഇത് കുഴച്ചെടുക്കാൻ 1/2 ഗ്ലാസ് വെള്ളം മുഴുവനും വേണ്ടി വന്നില്ല. ആദ്യം ഇത് ടൈറ്റായിട്ട് തോന്നും, പക്ഷേ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഒരു കപ്പിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇടാം. കോൺഫ്ലോറിന് പകരം മൈദപ്പൊടി ആയാലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, ഇത് നേർ പകുതിയാക്കി മാറ്റാം. ഇതേപോലെ 2 ബോൾസാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിയെല്ലാം പരത്തുന്നില്ലേ, അതേപോലെ ഇത് പരത്തിയെടുക്കുക. ആദ്യം ഇതേപോലെ കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ ഇത് പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ച് ഹാർഡായിരിക്കും ഇത്. എന്നാലും പരത്തിയെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ചപ്പാത്തി പരത്താൻ എനിക്ക് ശരിക്കും അറിയില്ല, എന്നാലും ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ പരത്തിയെടുത്ത ഈ ഷീറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി മാറ്റിവെച്ച മറ്റൊരു ബോളില്ലേ, അതും കൂടി പരത്തിയെടുക്കാം. അതും ആദ്യത്തേതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അത് പരത്തിയെടുക്കാൻ വേണ്ടി. ഇതിനത്രയ്ക്ക് വലിയൊരു ഷേപ്പൊന്നും വന്നില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്കത്ര ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതോ നന്നായി തന്നെ പരത്തിയെടുക്കാം. ഇതും ഇതേപോലെ തന്നെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മിക്സില്ലേ, ഓയിലിൽ മിക്സ് ചെയ്ത് വെച്ച മിക്സ്, അത് ഇതേപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വേണം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി മാറ്റി വെച്ച വേറൊരു ഷീറ്റില്ലേ, അത് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് കൂടിയും അത് ആ ഓയിൽ മിക്സ് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ നമുക്ക് ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലെ ആ മിക്സ് നന്നായി തേച്ച് പിടിപ്പിക്കുക. അടുത്ത ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ മേലെയും ഓയിൽ നന്നായി തേച്ച് കൊടുക്കണം. ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഈ ഭാഗത്തും ഓയിൽ തേച്ച് കൊടുക്കണം. ഈ സൈഡും ഫോൾഡ് ചെയ്ത് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതേപോലെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി ഈ ഭാഗത്ത് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എണ്ണ തേച്ച് ഫോൾഡിങ് ചപ്പാത്തി ഉണ്ടാക്കൂലേ, അത്രയേ ഉള്ളൂ. അതേപോലെ ചെയ്താൽ മതി. ഇത് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതിങ്ങനെ 2 പീസാക്കി മുറിച്ചെടുക്കുക. ആ ഒരു പോർഷൻ മാറ്റി അത് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇനി ഇത് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം.
അധികം കട്ടി ഉണ്ടാകാനും പാടില്ല, എന്നാൽ തീരെ നേരിയതാകാനും പാടില്ല. ഇത്ര കട്ടിയേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേവാനുള്ളതല്ലേ, അതുകൊണ്ട് ഈ കട്ടി മതി. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്താലും നല്ല ഉണ്ടാകും കാണാൻ വേണ്ടി. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണക്ക് അധികം ചൂടുണ്ടാകാൻ പാടില്ല, ഇത് കരിഞ്ഞു പോകും. പുറം ഭാഗം കരിഞ്ഞ് ഉൾവശം വേവാതെ ആയി പോകും. അതുകൊണ്ട് അധികം ചൂടുണ്ടാകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് എണ്ണ ചൂടാക്കിയെടുക്കാൻ. ഇതേപോലെ എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇത് കോരി മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും, കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വെള്ളം വളരെ കുറച്ച് ചേർത്ത് ഇത് കുഴച്ചെടുത്തത് കൊണ്ട് ഇതിലേക്ക് അധികം എണ്ണയും കുടിക്കില്ല. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഇതേപോലെ തന്നെ മുഴുവനായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ലതായിരിക്കും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും കൂടി കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്സ് റെഡിയായില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.